Okay, carbohydrate next content എന്ന് പറയുന്നത് inversion and invert sugar എന്നുള്ളതാണ്. Okay, inversion and invert sugar. അപ്പം inversion invert sugar എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മ്യൂട്ടാർ റൊട്ടേഷനിൽ പറഞ്ഞ സ്പെസിഫിക് റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ നോർമൽ സൂക്രോസിന് എടുക്കാം. ഓക്കെ, സാക്രോസ് എന്ന് ഇവിടെ പറയുന്നത് സൂക്രോസ്. ഓക്കെ, സോ സൂക്രോസിന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് റൊട്ടേഷൻ, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഞാൻ മ്യൂട്ടാർ റൊട്ടേഷൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അറിയാത്തവർ ആ ക്ലാസ് ഒന്ന് കേൾക്കുക, അതിനുശേഷം കൂടെ വരാം. അപ്പോൾ സൂക്രോസിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് 66.5. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം 66.5. ക്ലിയർ ആണല്ലോ? 66.5 പ്ലസ് സൈൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്ക് ഇത് ബെൻഡിക്കും. അപ്പം 66.5 ഡിഗ്രി. ഓക്കെ, അപ്പം അതാണ് സൂക്രോസിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ സൂക്രോസിനെ ഡൈജസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഡൈജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഹൈഡ്രോലൈസ് ചെയ്യുക. എന്താ ഹൈഡ്രോലൈസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ടറിനെ ആഡ് ചെയ്തിട്ട് ഒരു മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഹൈഡ്രോലൈസിസ് എന്ന് പറയാം. സോ ആസിഡിന്റെ പ്രസൻസിൽ ഇതിനെ ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മോണോമേഴ്സിനെ കിട്ടും. കാരണം സൂക്രോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്കറൈഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. ഡൈസാക്കറൈഡ്. ഓക്കെ, 2 ഷുഗർ ഉണ്ട് അതിൽ. അപ്പം ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഷുഗറും സെപ്പറേറ്റ് ആവും. അതാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ അറിയാം H2O വെച്ചിട്ടാണ് ഇവിടെ ഹൈഡ്രോലൈസ് ചെയ്തേക്കുന്നത്. അപ്പം ബ്രേക്ക് ചെയ്തു, അപ്പോൾ ഒരു H ഇവിടെ ആഡ് ചെയ്തു, ഒരു OH അവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതാണ് ഹൈഡ്രോലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡിന്റെ പ്രസൻസിൽ സൂക്രോസിനെ ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 2 മോണോമേഴ്സ് ആയിട്ട് അത് മാറും. ഈ 2 മോണോമേഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ നമ്മൾ നേരത്തെ കണ്ടു. എത്രയാണ്? 52.7 ഡിഗ്രിയാണ്. ഓക്കെ, അതേസമയം ഫ്രക്ടോസിൻ്റെത് എന്ന് പറയുന്നത് -90. ഓക്കെ, -92 ആണ്. ഓക്കെ, -92. ഓക്കെ, -92 ഡിഗ്രിയാണ് ഇതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സൂക്രോസിൻ്റെത് 66.5 ആണ്, ഇതിൻ്റെത് 52.7, ഫ്രക്ടോസിൻ്റെത് -92.0. ഓക്കെ, 92 ഡിഗ്രി. നൗ ഇപ്പോൾ സൂക്രോസ് സൊല്യൂഷനിലേക്ക് വെച്ചു, ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്തു, 2 മോളിക്യൂളായി. ഇപ്പോൾ സൂക്രോസിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ പ്ലസ് സൈനിലാണ് കിടക്കുന്നത്. ഇതിന് നേരെ ഉൾട്ടയടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് സൈനിലേക്ക് മാറും. എങ്ങനെയാണ് മൈനസ് സൈനിലേക്ക് മാറുന്നത് നോക്കുക. നിങ്ങൾ ഇവിടെ ഒരു ഇക്വേഷൻ കാണില്ലേ? 52.7 ആണ്. 7 ഇവിടെയും 7. 52.7 ഡിഗ്രിയും 92ഉം അതിൻ്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ കംസ് അറൗണ്ട് -19. കാരണം എന്താണ്? ഇവിടെ മൈനസ് സൈനാണ് ഏറ്റവും ഡോമിനൻറ്റ്. സോ മൈനസിലേക്ക് പോകും. അപ്പം ലെഫ്റ്റ് റൊട്ടേഷൻ ആയിട്ട് മാറും. സൂക്രോസിൻ്റെ എന്തായിരുന്നു? റൈറ്റ് റൊട്ടേഷൻ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് സൈൻ ആയിരുന്നു, ഇവിടെ മൈനസ് സൈനിലേക്ക് പോയി, ലെഫ്റ്റിലേക്ക് പോയി. ഇൻവേർട്ട് ചെയ്തു എന്ന് പറയാം നമുക്ക്, അല്ലേ? റൈറ്റ് പോളറൈസ്ഡ് ലൈറ്റിനെ, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലോട്ട് ബെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഹൈഡ്രോലൈസ് ചെയ്യപ്പെട്ടവൾ പെട്ടെന്ന് അത് ലെഫ്റ്റിലേക്ക് മാറ്റി, ഉൾട്ടയായി. ഇതിനെയാണ് നമ്മൾ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു മോളിക്യൂളിനെ ഹൈഡ്രോലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റൊട്ടേഷൻ, അതിൻ്റെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നേരെ റിവേഴ്സ് ആവുകയാണ്, അല്ലെങ്കിൽ സൈൻ അങ്ങോട്ട് മാറുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ലെവലിലേക്ക് പോവുകയാണ്. അതിനെയാണ് നമ്മൾ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈനിലേക്ക് വന്നത്? റീസൺ ആരാ? ഈ -92 ആണല്ലേ? -92 ആണ് ഇതിൻ്റെ റീസൺ. ഈ -92 ആരുടെ സ്പെസിഫിക് റൊട്ടേഷൻ ആണ്? ഫ്രക്ടോസിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ ആണ്. അപ്പം ഫ്രക്ടോസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ +63 എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എന്തായിട്ട് മാറിയത്? 19.7 -19.7 എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഫ്രക്ടോസിനെ എന്ത് വിളിക്കാം? ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കാം. ബിക്കോസ് ഇറ്റ് ആക്ച്വലി കോസ്ഡ് ദ ഇൻവേർഷൻ, അല്ലേ? അതാണ് ഇൻവേർഷൻ്റെ റീസൺ. ഫ്രക്ടോസിന്റെ പ്രസൻസ് ആണ് അവിടെ ഇൻവേർഷന് കാരണം എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രക്ടോസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇഫ് എ പെർട്ടിക്കുലർ മോളിക്യൂൾസ് സ്പെസിഫിക് റൊട്ടേഷൻ changes in the exactly opposite direction, that means right to left or plus degree to minus degree, then the process is known as the inversion. What is invert sugar? The sugar which is responsible for the inversion is known as the invert sugar. Okay, the sugar which is responsible for the inversion is known as the invert sugar.
ഇവിടെ ഏതാണ് ഫ്രക്ടോസ് ഇൻവേർട്ട് ഷുഗർ ആണ്. ബിക്കോസ് specific rotation of sucrose was 66.5 on hydrolysis when it is converted into its monomers due to the presence of fructose, which bend the plane polarized light to minus 92 degree. The specific rotation of the mixture turns to minus 19, which was actually expected എത്രയാണ്? The actually expected was 66.5. Okay, so plus 66.5 നിന്ന് minus 19ലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. സോ എക്സാക്ട്ലി ഓപ്പോസിറ്റ് സൈൻ ആയി. റൈറ്റിലേക്ക് ബെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആള് ലെഫ്റ്റിലേക്ക് ബെൻഡ് ചെയ്തു. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദി ഇൻവേർഷൻ. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. So the angle at which, the sugar inversion is the chemical conversion of sucrose into glucose and fructose. This process is enhanced by the acids and high temperature. So inversion എന്ന് പറയുന്നത് ഈ കൺവേർഷൻ അല്ല, അത് ഹൈഡ്രോലൈസിസ് ആണ്. The specific rotation. Okay, ഇപ്പോൾ ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ ഇത് നേരെ ഡെഫിനിഷൻ അല്ല ഇത് ശരിക്കും. Sugar inversion is the conversion. Okay, conversion of specific rotation. Okay, due to the chemical conversion of sucrose into glucose and fructose. അതിനെയാണ് നമ്മൾ ഷുഗർ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് പ്രോസസ് ആസിഡിന്റെ പ്രസൻസിൽ ഹൈഡ്രോലൈസിസ് എൻഹാൻസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇൻവേർഷനും ആസിഡിന്റെ പ്രസൻസിൽ എൻഹാൻസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, the angle of rotation of polarized light sent through a solution changes during the process of inversion, that is from dextrorotatory to levorotatory. Dextrorotatory എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക, levorotatory എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. Okay, so on hydrolysis, one molecule of disaccharide sucrose is split into 1:1 mixture of glucose and fructose. Okay, now as a consequence, the density അപ്പം ഒരു അതും കൂടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഒരു ഇൻവേർഷന്റെ സമയത്ത് ഡെൻസിറ്റിക്കും വോളിയത്തിനും എന്ത് സംഭവിക്കുന്നത്? ഡെൻസിറ്റി എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ഇൻക്രീസിങ്. ആസ് എ റിസൾട്ട് വോളിയം വിൽ ബി ഡിക്രീസിങ്. ഓക്കെ, ആൻഡ് the specific rotation also will be changing from right to left. That means dextro to levo. എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ ആണ് എന്ത്? ഹൈഡ്രോലൈസിസിന്റെ സമയത്ത് ഫ്രക്ടോസ് ഉണ്ടാവുന്നത് കൊണ്ട് ഫ്രക്ടോസിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ ലീവോ റൊട്ടേറ്ററി -92 ആണ്. സോ ആവറേജ് റൊട്ടേഷൻ ഓഫ് ദ സൊല്യൂഷൻ വിൽ ബിക്കം minus 19.7. ആസ് എ റിസൾട്ട് ഇൻവേർഷൻ ഹാപ്പൻഡ്. അപ്പോൾ ഇൻവേർട്ട് ഷുഗറിന്റെ പ്രസൻസ് ആണ് ഇൻവേർഷൻ നടക്കാൻ കാരണം സുക്രോസിന്റെ കേസിൽ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ വിൽ ബി ജോസൺ റിയാക്ഷൻ. ഇൻവേർഷനും ഇൻവേർട്ട് ഷുഗറും അതും 2 മാർക്കിന് മാത്രം ചോദിക്കുന്നതാണ് സാധാരണ. 2 മാർക്കിന് പഠിച്ചു വെക്കുക എന്താണ് ഇൻവേർഷൻ എന്നും എന്താണ് ഇൻവേർട്ട് ഷുഗർ, എന്തുകൊണ്ടാണ് ഫ്രക്ടോസിനെ ഇൻവേർട്ട് ഷുഗർ ആയിട്ട് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? സ്പെസിഫിക് റൊട്ടേഷൻ എന്താണെന്ന് അറിയണം, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്ന് അറിയണം, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്താണെന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ ഇൻവേർഷനും ഇൻവേർട്ട് ഷുഗറും നിങ്ങൾക്ക് ഈസിയാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഡിഗ്രി എന്ന് പറയുന്നത് ഉറപ്പിക്കുക. നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ എത്ര ഡിഗ്രി ലെഫ്റ്റിലേക്ക് പോയി എന്നുള്ളതാണ് ഈ പറയുന്ന ഡിഗ്രി. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ -92 ഡിഗ്രി ലെഫ്റ്റിലേക്ക് പോയി. ആര്? ഫ്രക്ടോസ്. ഓക്കെ, ഫ്രക്ടോസ് അല്ല പോകുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഫ്രക്ടോസ് ബന്ധിച്ചു. Now ഇങ്ങോട്ട് പോവാണെങ്കിൽ ഇത് റൈറ്റ് ആണ്. ഓക്കെ, എത്ര ഡിഗ്രി? ഓക്കെ, ഇതാണ് നമ്മൾ നേരെ പ്ലെയിൻ പോളറൈസ്ഡ് ശരിക്കും പോകേണ്ടത് എങ്ങനെയാണ്? ഇങ്ങോട്ടാണ്. കാരണം ഇവിടുന്ന് വരുന്നത് ഈ ഡയറക്ഷനിലാണ്. അത് മാറിയിട്ട് ഇങ്ങോട്ട് തെറ്റിയപ്പോൾ അതിന് റീസൺ ആരാണ്? ഫ്രക്ടോസ്. എത്ര ഡിഗ്രി ചേഞ്ച് ചെയ്തു? -92. Now ഇത് ഇങ്ങോട്ട് നോക്കുന്ന റൈറ്റിലേക്ക് ആരാ പോയത്? ഗ്ലൂക്കോസ് അല്ലെ? എത്ര ഡിഗ്രി? 52.7 ഡിഗ്രി. ഓക്കെ, 52.7 ഡിഗ്രി റൈറ്റിലേക്ക് ബെൻഡ് ചെയ്തു. ഇതാണ് ഡെക്സ്ട്രോ എന്ന് പറയുന്നത്, ഇതാണ് ലീവോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെക്സ്ട്രോ ലീവോ നമ്മൾ സൈൻ കാണാം, ഡി ഗ്ലൂക്കോസ്, എൽ ഗ്ലൂക്കോസ് എന്നുള്ളത്. ക്യാപിറ്റൽ ഡിയും ക്യാപിറ്റൽ എല്ലും സൂചിപ്പിക്കുന്നത് അതെല്ലാം നിങ്ങൾക്കറിയാം. അത് വേറൊരു ഐസോമറിസം ആണ്. വി വിൽ ഡിസ്കസ് ഇൻ ഐസോമറിസം. ഒപ്റ്റിക്കൽ ഫോംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളത് പറയും. സോ ഇതാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ രണ്ടിന്റെയും ആവറേജ് വാല്യൂ ആയിരിക്കും
ആ ഒരു മിക്സ്ചറിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിക്സ്ചറിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ മൈനസ് ആയി. പക്ഷെ ഈ രണ്ടാളും എവിടെ നിന്നാണ് ഉണ്ടായത്? സുക്രോസ് എന്നാണ് ഉണ്ടായത്. സുക്രോസ് എത്ര ഡിഗ്രിയിലാണ്? 66.5. ഓക്കെ, അപ്പം 66.5 ആൾ നേരെ എന്തായി? -19 ആയി. ഇത് പ്ലസ് ആയിരുന്നു. സോ ഡെക്സ്ട്രോ എന്നുള്ളത് ലീവോ ആയി. ആ ഒരു കൺവേർഷൻ നടക്കുന്നതുകൊണ്ട് ഇതിനെ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്.